വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ കോൺഗ്രസ് പിരിച്ചു. യൂത്ത് കോൺഗ്രസും പിരിച്ചു. ഇതുവരെയായിട്ടും വീടുമില്ല, പിരിച്ച പൈസയുമില്ല. ചോദിക്കുമ്പോൾ അതിന് കണക്കും ഇല്ല. കോൺഗ്രസ് പിരിച്ച ഫണ്ട് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് ഇന്നേ വരെ കോൺഗ്രസ് നേതൃത്വമോ പ്രതിപക്ഷ നേതാവോ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വിസ്മയമായ ഒരു കാര്യം. ഇല്ലില്ല, കോടാനുകോടി റുപ്യ പിരിക്കുക, എന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ അതേപോലെ പിരിക്കുക. ഈ പിരിച്ച പണം കൂടി ഇല്ലാണ്ടിരിക്കുക. അതെന്തിനാ ഇവരോട് പറയണെന്തിന്? ഞങ്ങളിത് ബോധ്യപ്പെടുത്തേ അവരോട്. എന്നാലും അതിനൊരു കണക്ക് വേണ്ടേ സതീശേട്ടാ? എന്തിന്? അല്ല, വേണ്ടേ? എന്താ കാര്യത്തിന് ഞങ്ങൾ എന്തിനാ ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ചോദിക്കട്ടെ? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അവര് മറുപടി പറഞ്ഞില്ലല്ലോ. അതിന് നിങ്ങളെന്താ ചോദിച്ചത്? ആദ്യം മുഖ്യമന്ത്രി പൊതു ഫണ്ട്, നാട്ടുകാരുടെ പൈസ, ഞാനടക്കമുള്ള ആളുകളുടെ പൈസ കൊടുത്തിട്ട് ആ പൈസ ചെലവാക്കാത്ത എന്താന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഇതും പറയാം. അത് ചെലവാക്കിയിട്ടല്ലേ സതീശേട്ടാ വയനാട്ടില് സർക്കാർ വീട് കെട്ടിയത്? ഇനി ഗോവിന്ദൻ മാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറ. അല്ലല്ല കേൾക്ക്. അല്ലല്ല, അത് ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങൾ തന്നെ പറയണം. അതിനു മുമ്പ് ചോദ്യം കേൾക്കണ്ടേ? 1.5 വർഷമായി ഏത് ഫണ്ട് എവിടെ എത്ര എന്നുള്ളതിനെ പറ്റി ഒരു വിവരവുമില്ല. പിന്നെ ഞങ്ങളുടെ പണം എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പണം ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ സ്ഥലം മേടിച്ചു. ഞങ്ങളുടെ സംയുക്ത അക്കൗണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. 2 ആളും മത്സരിക്കുന്നവരാണ്. ഇന്നത്തെ KPCC പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്, അതേപോലെ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നുണ്ട്. മത്സരിക്കുന്നവരുടെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം വിശദീകരിച്ച് കൊടുക്കേണ്ടിയാണ്. അതിൽ അവരിതൊന്നും പറയുന്നില്ല. അല്ലല്ല കേൾക്ക്. ഇതിന് എവിടെ ഈ ഫണ്ടത്ര എവിടെ പോയി? 1 കൊല്ലം പിടിച്ചു സർക്കാർ സ്ഥലം മേടിക്കാൻ. കേൾക്ക്, 1 കൊല്ലം ഞങ്ങൾക്ക് അവിടെ സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കാൻ പോയി. ഇതിന് എവിടെ ഈ ഫണ്ടത്ര എവിടെ പോയി? ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. കല്ലിട്ടതേ ഉള്ളൂ, പണി തുടങ്ങിയിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. എപ്പോ? അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. ഇല്ലാന്ന്, തുടങ്ങിയിട്ടില്ല. അല്ലല്ല, അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അന്വേഷിച്ചു, തുടങ്ങിയിട്ടില്ല. അതിന്റെ അകത്ത് സ്ഥലം വാങ്ങി ഞങ്ങൾ പണി തുടങ്ങുമല്ലേ? എങ്ങനെ? അതിന്റെ അകത്ത് സ്ഥലം വാങ്ങി ഞങ്ങൾ പണി തുടങ്ങുമല്ലേ? അത് തന്നെയല്ലേ നമ്മളും പറഞ്ഞത്, ഇതുവരെ പണി തുടങ്ങിയിട്ടില്ലാന്ന്. അതുകൊട്ടെ, DYFIക്കാര് അങ്ങോട്ട് വരുന്നുണ്ട് പോലും, കുടില് കെട്ടി സമരം ചെയ്യാൻ. അവിടെ അടിച്ചുപൊടിക്കാൻ ഞങ്ങളുടെ സ്ഥലമാണ്. നമ്മുടെ വീടിന്റെ അകത്ത് വന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടില് കെട്ടി സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അടിച്ചുപൊടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടില് കെട്ടി സമരം ചെയ്താൽ അവിടെ അടിച്ചുപൊടിക്കും.